അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ സമ്പാദിക്കുവാൻ, അനുകൂലമായി റമദാനിനെ സാക്ഷ്യമാക്കി തീർക്കുവാൻ കഠിനമായ പ്രയത്നത്തിലാണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണം എന്നാണ്. നമ്മുടെ ഈ പരിശ്രമത്തിൽ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടോ? നാം പരിശുദ്ധ ഖുർആനുമായി അടുക്കുമ്പോൾ നമ്മുടെ കുടുംബം അങ്ങനെ അടുക്കുന്നുണ്ടോ? നാം പരിശുദ്ധ റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടോ? നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ എവിടെയാണ് ഉള്ളത്? അവരിപ്പോഴെന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ചിന്തയിൽ വരണം. ചില ആളുകൾ മക്കളെ സ്വതന്ത്രരായി വിട്ടിരിക്കുകയാണ്. അവർക്കിഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് പറയുന്നത്. കേൾക്കാൻ സുഖമുള്ള ഒരു കാര്യമാണെങ്കിലും തികച്ചും യുക്തിരഹിതമായ ഒരു കാര്യമാണത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അവൻ്റെ പേരാണല്ലോ. നാം നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ അവരുടെ സമ്മതം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. നാം അവർക്ക് പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയപ്പോൾ അവരുടെ സമ്മതം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് രോഗം വന്നപ്പോൾ അവരെ ചികിത്സിക്കേണ്ടത് ഏത് ചികിത്സാ രീതി അനുസരിച്ചാണ് എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നാം നമ്മുടെ മക്കളുടെ മേലുള്ള ഉത്തരവാദിത്തത്തെ ഏറ്റവും ഗൗരവത്തോടെ നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അഭിരുചി അനുസരിച്ച്, നമ്മുടെ ഇംഗിതമനുസരിച്ച് അവർക്ക് ഏറ്റവും ഗുണകരമെന്ന് നമുക്ക് തോന്നുന്നത് നാം അവർക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പ്രപഞ്ചനാഥൻ നമുക്ക് അറിയിച്ചു തന്ന ഹിദായത്ത്, നമുക്ക് നല്ലതാണ് എന്ന് നാം മനസ്സിലാക്കി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവർക്ക് കൂടി നൽകുക എന്നതല്ലേ യഥാർത്ഥത്തിലുള്ള യുക്തി? അതല്ലേ യഥാർത്ഥത്തിലുള്ള ന്യായം? ആ അർത്ഥത്തിൽ സന്മാർഗത്തിൻ്റെ ഈ വഴിയിലേക്ക് നമ്മുടെ മക്കളെയും കൈപിടിച്ചു കൊണ്ടുവരാൻ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. നാം രാത്രി നമസ്കരിക്കുമ്പോൾ അവരെയും കൂടി വിളിച്ചുണർത്തണം. സ്നേഹബുദ്ധിയാ അവരെ അതിനെ നിർബന്ധിക്കണം. അവരെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള നല്ല കുടുംബങ്ങളുണ്ട്. അതിൽ അല്ലാഹു നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.